അങ്ങനെ വാതിൽ തുറക്കുന്നതും കൺമുന്നിൽ ആ വിഷുക്കണി കണ്ട് സന്തോഷവും അതിലുപരി അത്ഭുതവും തോന്നുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക്. തുടർന്ന് ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് പറയുന്നതും അവിടേക്ക് ഒരു ഉണ്ണിക്കണ്ണൻ വരുന്നുണ്ട്. ആ കുട്ടിയെ അടുത്ത് ചെന്നിട്ട് മോൻ ഏതാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് കണ്ണനെയും മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട്. കൂടെ ആരാ വന്നതെന്ന് മഹാലക്ഷ്മി ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ഞങ്ങളും ഉണ്ട് കൂടെ എന്ന് 3 കുട്ടികൾ അവിടെ നിന്നും വിളിച്ചു പറയുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് വാത്സല്യപൂർവ്വം അവര് ഓമനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും കൈനീട്ടം താന്ന് അവര് പറയുമ്പോൾ മഞ്ജുവിനോട് അകത്ത് നിന്ന് പൈസ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഇങ്ങനെ ഒരു വിഷുക്കണി ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നതെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണനും അത് ശരിവെക്കുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മി തന്നെ വിഷുക്കൈ നീട്ടം എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ കണ്ണൻ പറയുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാണ്. 3 കുട്ടികൾക്കും വിഷുക്കൈ നീട്ടം നൽകുന്നുണ്ട്. ഇത് കണ്ട് അസൂയോടെയും കുശുമ്പോടെയും നോക്കി നിൽക്കുന്നുണ്ട് മഞ്ജുവും ദുർഗയും ചേർന്നിട്ട്. തുടർന്ന് ഈ 4 മണി നേരത്ത് ഈ കുട്ടികളെ ആരെ ഇവിടെ കൊണ്ടുവന്നേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അറിയില്ല കണ്ണേട്ട എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേർ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ക്ലബിന്റെ വകയായി ഈ ഹൗസിംഗ് കോളനിയിലെ എല്ലാ വീടുകളിലും വിഷുക്കണിക്കൊപ്പം ഉണ്ണിക്കണ്ണൻ വരെയും കണി കാണിക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് എല്ലാവരും പറയുമ്പോൾ അപ്പോ വിഷുക്കൈനീട്ടമായിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും വേണ്ടേ എന്ന് കണ്ണൻ അവരോട് ചോദിക്കുമ്പോൾ ഇത് മതി, ഇനിയും ഒരുപാട് വീടുകളിൽ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയും കൂട്ടി അവരവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവർ പോയതിനു ശേഷം അടുത്ത വർഷം വിഷുവിന് നിനക്ക് അന്യരുടെ കുഞ്ഞുങ്ങളെ ഒക്കെ തിരുത്തേണ്ടിയൊന്നും വരില്ല, സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിനെ തന്നെ അണിയിച്ചൊരുക്കി അതിനെ അടക്കി പിടിക്കാമെന്നെല്ലാം മഹാലക്ഷ്മിയെ കുത്തി നോവിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. കരുണേടത്തി വിഷുക്കണ്ടി കണ്ടു കാണൂ എന്ന് മഞ്ജു ഇതേ സമയം ചോദിക്കുമ്പോൾ ഈ വർഷം കണി കണ്ടത് കണ്ണനെ അല്ലെങ്കിലും പിന്നീടുള്ള കണിയൊക്കെ നന്നായിട്ടുണ്ടെന്ന് മഹാലക്ഷ്മിയെ മനഃപൂർവ്വം വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ദുർഗ. ശേഷം വിഷു ആയിട്ട് ചെറുതായിട്ട് വേദനിച്ചു ഇല്ലേന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മി. ഇതുപോലുള്ള വിഷുക്കണിയൊക്കെ വടക്കോട്ട് ഒരുക്കും എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ തെക്കോട്ട് ഇത് പതിവില്ല, ഇത് ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെ ഉണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ മനഃപൂർവ്വം ആര് ചെയ്യാനാണെന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അമ്പലത്തിൽ പോകണുണ്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ പോണം, അതിനു മുൻപ് കുളിയൊക്കെ കഴിഞ്ഞ് നേരം പുലരുന്നതിന് മുൻപ് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിക്കണ്ടേ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ പിന്നെ വേണ്ടേ, എന്റെ ഭാര്യ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ, അതിന് അതിന്റേതായ ബഹുമാനം കൊടുക്കണമെന്ന് കണ്ണൻ പറയുമ്പോൾ എന്നാ പിന്നെ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണൻ കൂടി അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വന്ന് ഉറങ്ങിക്കിടക്കുന്ന കരുണയെ മോളെ കണ്ണു തുറക്കല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇത് കണ്ട് മുത്തശ്ശിയാണെങ്കിലും ഞെട്ടുന്നുണ്ട്. കണ്ണു തുറക്കല്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വിഷയ്ക്ക് ക്ഷമിക്കുന്നതും അതിന് കുഴപ്പമൊന്നുമില്ല, ദേവിയെ എന്നെ കാണുന്നതും ദേവിയെ കണി കാണുന്നതൊക്കെ ഒരുപോലെയാണ്, എന്നാലും കണ്ണടച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കണി കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് വിഷുക്കണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നതും കണ്ണു തുറക്കാനായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ വർഷം മോള് 2 കണിയാണ് കണ്ടിരിക്കുന്നത്, ഒന്ന് മുത്തശ്ശിയുടെ മുഖം, 2 ഉണ്ണിക്കണ്ണന്റെ മുഖം എന്ന് മുത്തശ്ശി കരുണയോടായിട്ട് പറയുന്നുണ്ട്. ഇനി ഞാൻ പോയി മോളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം, മോള് നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അടുത്ത വർഷം ഇതുപോലെ ഒരു ഉണ്ണിക്കണ്ണനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോളാനൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എവിടെ നിന്നും പോവാണ് കേട്ടോ പ്രതാപനെ വിളിക്കാനായിട്ട്. ശേഷം പ്രതാപനെ വിളിച്ചുണർത്താനായിട്ട് മുറിയിൽ ചെന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്നതും കണ്ണ് തുറക്കാൻ തുടങ്ങുന്ന പ്രതാപന്റെ കണ്ണ് പൊത്തിയിട്ട് കണ്ണ് തുറക്കല്ലേ, കണ്ണടച്ച് എഴുന്നേറ്റ്, കഴിഞ്ഞ തവണ നീ നിന്റെ കെട്ടികളുടെ മുഖമാണ് കണ്ടത്, അതിന്റെ എല്ലാ കുഴപ്പവും സംഭവിച്ചിട്ടുണ്ട്, ഇത്തവണ വിഷുക്കണി കണ്ടിട്ട് നിന്റെ മോളുടെ മുഖത്തേക്ക് നോക്ക്, മോള് കണ്ടത് എന്റെ മുഖമാണ്, അതിന്റെ ഐശ്വര്യം അവൾക്ക് ഈ വർഷം മുഴുവൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനെയും കണി കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിർത്തിയതിനു ശേഷം ഇനി കണ്ണു തുറന്നു എന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ കണ്ണുകൾ തുറക്കാതെ കരുടയുടെ മുഖത്തൊക്കെയാണ് കേട്ടോ കണ്ണു തുറന്ന് നോക്കുന്നത്. ശേഷം ഭഗവാനെയും തൊഴുന്നുണ്ട്. എന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കൂടായിരുന്നു എന്ന് കരുണ ചോദിക്കുമ്പോൾ എന്നും ആദ്യം മോള് പിന്നെ ഭഗവാൻ, അതല്ലേ അച്ഛന്റെ ഭാഗ്യം എന്നും പ്രതാപൻ കരുണയോടായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ടത് മുത്തശ്ശിയുടെ മുഖാണ് കരുണ പറയുമ്പോൾ അതിന്റെ ഫലം മുഴുവൻ ഈ വർഷം മോൾക്കുണ്ടാകും എന്നെല്ലാം പ്രതാപൻ കരുണയോടായിട്ട് പറയുന്നുണ്ട്. അടുത്ത വിഷുവിന് മുൻപ് മോൾക്ക് ഒരു ഉണ്ണിക്കണ്ണൻ പിറക്കൂലോ, അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഭഗവാൻ എന്റെ ഈ മുഖം മോൾക്ക് കാണിച്ചു കൊടുത്തതെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോടായിട്ട്. തുടർന്ന് ഒരുത്തി എഴുന്നേറ്റിരുന്ന പ്രതാപൻ ചോദിക്കുമ്പോൾ അവൾക്ക് അവളുടെ മൂത്ത മോൾ ഇല്ലാത്തതുകൊണ്ട് എഴുന്നേൽക്കാനൊന്നും തോന്നുന്നുണ്ടാവില്ല, ഞാൻ വിളിക്കാനൊന്നും പോയില്ല, ഉണരുന്നെങ്കിൽ ഉണരട്ടെ. തുടർന്ന് നമുക്ക് 3 പേർക്കും കൂടി ഭഗവാനോട് ഒന്നും കൂടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവര് 3 പേരും അവിടെ നിന്ന് തൊഴുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മോഹിനി ആണെങ്കിൽ കണ്ണ് തുറക്കാതെ തന്നെ മൊബൈൽ എടുത്തുകൊണ്ട് മൊബൈലിലുള്ള മഹാലക്ഷ്മിയുടെ ആ മുഖാണ് കേട്ടോ കണി കാണുന്നത്. ശേഷം എന്റെ 2 മക്കളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തോളേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്താണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ണിയും എല്ലാവരും ചേർന്ന് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിച്ച് വിഷു ആഘോഷിക്കുകയാണ്. ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ദുർഗയും മഞ്ജുവും കൂടിയിട്ട്. ഇവിടെ പ്രതാപനും മുത്തശ്ശിയും കരുണയും മോഹിനിയും ചേർന്ന് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് വിഷു ആഘോഷിക്കുന്നുണ്ട്. തുടർന്ന് കത്തിക്കുമോളെ ഈ വർഷം മുഴുവൻ വെളിച്ചായിരിക്കട്ടെ മോളുടെ ജീവിതത്തിൽ എന്നെല്ലാം പ്രതാപൻ കരുണയോടായിട്ട് പറയുന്നുണ്ട്. എന്റെ മോളെയല്ലേ കണി കണ്ടത്, അതിന്റെ ഐശ്വര്യം മുഴുവൻ ഈ അച്ഛന് തുടങ്ങാൻ പോവുകയാണെന്നെല്ലാം പ്രതാപനും സ്വയം പറയുന്നുണ്ട്. തുടർന്ന് കരുണയാണെങ്കിൽ മത്തുവപ്പോ കത്തിക്കാൻ
നോക്കുന്നതും അത് കത്തുന്നില്ല കേട്ടോ. തുടർന്ന് ഇത് കത്തുന്നില്ലല്ലോ അച്ഛ എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. എന്തായാലും തണുത്തു പോയതായിരിക്കും, മോള് മാറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ആ മത്താപ്പൂ കത്തിക്കാൻ നോക്കുന്നതും പ്രതാപന്റെ കൈ പെട്ടെന്ന് പൊള്ളുന്നുണ്ട്. ശേഷം മോഹിനിയോടായിട്ട് ഐസ് കൊണ്ടുവരാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പ്രതാപനാണെങ്കിൽ വേദന കൊണ്ട് അലറി നിലവിളിക്കുന്നുണ്ട്. രാവിലെ നല്ല കണിയായിരുന്നു, അതിന്റെ ഇടയ്ക്കാണ് ഇവള് വന്നു നിന്നെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേ സമയം മോഹിനി വരുന്നതും നിന്റെ മുഖം കണി കണ്ടിട്ടാണ് എന്റെ മോൻ ഇങ്ങനെ സംഭവിച്ചതെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അതിനെ എന്നെയല്ലല്ലോ പ്രതാപേട്ടൻ ആദ്യം കണി കണ്ടതെന്ന് എല്ലാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മോഹിനി മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവള് വന്ന് നിന്നപ്പോ നമ്മൾ ഇവളെ കുറ്റപ്പെടുത്തിയില്ലേ, അതിന് ഇവള് നമ്മളെ പ്രാഗി കാണുമെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എന്നാലും സ്വന്തം സംസാരവും പ്രവൃത്തിയൊന്നും തെറ്റായിട്ട് സമ്മതിക്കരുതെന്നെല്ലാം മോഹിനി അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മോഹിനിയെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് മുത്തശ്ശി പ്രതാപനോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടായിരുന്നു, ഇത് ഇതോടെ തീർന്നു എന്ന് കരുതിയാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. തുടർന്ന് കരുണയോടായിട്ട് അമ്പലത്തിൽ പോകണ്ടേ, മോള് സെറ്റ് സാരിയൊക്കെ എടുത്തു വയ്ക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരുണയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട് ഇനി ഞാൻ അമ്പലത്തിലേക്കൊന്നും വരുന്നില്ല, അമ്മ മോളെയും കൊണ്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ അവിടെയും പടക്കമൊക്കെ പൊട്ടി അവളുടെ ദേഹം മുഴുവൻ, ആ ലക്ഷ്മിയുടെ ദേഹം മുഴുവൻ പൊള്ളണേ എന്നെല്ലാം മഹാലക്ഷ്മി ഇരുന്ന് പ്രാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനും ഉണ്ണിയൊക്കെ അവരും ഇങ്ങനെ വിഷു ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഹാലക്ഷ്മി കമ്പിത്തിരി കത്തിക്കുന്നതെല്ലാം കണ്ണൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മൊബൈലില്. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ദുർഗയും മഞ്ജുവും ഒക്കെ അസൂയോടെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് ദുർഗയാണെങ്കിലും മഞ്ജുവോട് പറയുന്നുണ്ട് ഒരമ്മിട്ട് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കട്ടെ, എന്നിട്ട് ആ മുഖം വികൃതമാവട്ടെ, എന്നാ പിന്നെ അവൾ ആരെയും ചതിക്കില്ലല്ലോ എന്നെല്ലാം ദുർഗയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോടായിട്ട്. തുടർന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ കമ്പിത്തിരി കത്തിച്ച് കണ്ണന്റെ കയ്യിലും കൊടുക്കുന്നുണ്ട്. ശേഷം രാവിലെ വിഷു കൈനീട്ടം വരാൻ അയാൾ വരുമോ ആ സാഗറിന് മഞ്ജു ചോദിക്കുമ്പോൾ വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കാത്ത കൂട്ടത്തിലാണ് സാഗർ, അതുകൊണ്ട് വരാതിരിക്കില്ല എന്ന് കണ്ണൻ പറയുന്നതും 1-ാം തീയതിയായിട്ട് അവരെ വീട്ടിലകത്തേക്ക് കയറ്റണോ കണ്ണ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുപാട് പേര് താമസിക്കുന്നുണ്ടല്ലോ, അവരുടെ എല്ലാ 1-ാം തീയതിയിലും അവർ ഈ വീട്ടിലുണ്ടല്ലോ, പിന്നെ അവനെ മാത്രം എന്തിനു ഒഴിവാക്കി നിർത്തുന്നത്, അമ്മയാണ്, പെങ്ങളാണ്, അനിയനാണ്, ആ ബോധമൊക്കെ എനിക്കുണ്ട്. പക്ഷേ നിരപരാധിയായ എന്റെ ഭാര്യയുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാനും തിരിച്ചു പറയുന്നെല്ലാം ദുർഗയ്ക്ക് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്റെ നാവ് പിഴക്കരുതെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അതിന് സമ്മതിക്കാതിരുന്നാൽ എന്ത് ചെയ്യുമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇനി ഞങ്ങൾ ഒന്നും പറയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നില്ലേ, അമ്മായച്ചൻ വിളിച്ചതല്ലേ, പോവാൻ നോക്കുന്നെല്ലാം ഉണ്ണിയോടായിട്ടും കണ്ണൻ പറയുന്നുണ്ട്. ശേഷം ഇതുകൊണ്ടൊക്കെയാ കണ്ണേട്ടാ ഞാൻ പറഞ്ഞത് സാഗറിനെ എന്തിനും ഇതിനും ഇങ്ങോട്ട് വിളിപ്പിക്കണ്ട എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അതിനിപ്പോ എന്താ കുഴപ്പം, നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ആരെയും നമ്മൾ മതിലിന് പുറത്തേക്ക് നിർത്തേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞാൽ തനിക്ക് മിണ്ടാനും പറയാനും പറ്റിയ നല്ല സുഹൃത്താണ് സാഗർ, അവൻ തന്റെ കൂടപ്പിറപ്പാണെന്ന് താൻ പറഞ്ഞല്ലോ, അവനും അങ്ങനെ തന്നെയല്ലേ എന്ന് കണ്ണൻ പറയുമ്പോൾ തെറ്റായ ഒരു നോട്ടം പോലും ഒരു വാക്ക് പോലും സാഗറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ ഒരാളെ എന്തിനാ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്, ഇവിടെ എന്റെ കൂടപ്പിറപ്പുകളും രണ്ടാനമ്മിയും ഒക്കെ ഉണ്ട്, പക്ഷെ അവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പോയവരുടെ ഒന്നും കണ്ണു നിറയില്ല, പക്ഷെ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്നെ വേദനിപ്പിക്കും. സമ്പത്തിന് വേണ്ടിയുള്ള സ്നേഹം മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. വീട്ടുകാരും ഈ സമൂഹവും നമ്മളെ തെറ്റായിട്ട് പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം കണ്ണൻ മഹാലക്ഷ്മിക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.